ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായി. ഹലോ, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഒരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ ഇതുപോലെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ നീളവും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ വീതിയും മനസ്സിലാക്കി ഓടിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? വാഹനം ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഇത് ഡ്രൈവിങ്ങിൽ പലപ്പോഴും ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണെന്ന് പിടികിട്ടാറില്ല. ഈ ഒരു ചെറിയൊരു ടെക്നിക്ക് നിങ്ങൾക്ക് പിടികിട്ടിയാൽ നിങ്ങളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി എങ്ങനെയാണ് പോകുന്നതെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും. റോഡിൽ എങ്ങനെ കറക്റ്റായിട്ട് പോകുന്നു, നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നാണോ പോകുന്നത്, അതോ ലെഫ്റ്റ് സൈഡിലുള്ള കുഴിയിലേക്ക് വണ്ടി പോകുമോ, ഇനി എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ കറക്റ്റായി എതിരെ വരുന്ന വണ്ടിയെ തട്ടാതെയും നമ്മുടെ വാഹനം റോഡിന് പുറത്ത് പോകാതെയും കറക്റ്റായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും. അതിൻ്റെ നീളവും വീതിയും കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഒരു ടെക്നിക്ക് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ പരമാവധി നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കാണ് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോകൾ വരുന്നത്. അപ്പോൾ വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഓൾ അമർത്തിയിട്ടാൽ 7 മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് നമ്മളുടെ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ വണ്ടിയുടെ വീതി നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് എൻ്റെ വണ്ടി കിടക്കുന്ന പൊസിഷൻ നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കിയൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വീതി കണക്ക് കൂട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വണ്ടിയുടെ ഈ ഒരു എ പില്ലർ ഉണ്ടല്ലോ, ഈ എ പില്ലർ മുതൽ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന എ പില്ലർ വരെയാണ് പലരും വണ്ടിയുടെ വീതിയായിട്ട് കണക്കിലെടുക്കുന്നത്. എന്നാൽ ഇത് വീതിയാണെങ്കിലും ഇതിനോടൊപ്പം നമ്മൾ കണക്കിലെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് മിറർ അത് കുറച്ച് വെളിയിലേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ട് റൈറ്റ് സൈഡിൻ്റെ മിററിൻ്റെ വീതിയും കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രൈവറുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് തന്നെ ലെഫ്റ്റ് സൈഡിലെ മിററിൻ്റെ വീതി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇടത് സൈഡിലൂടെ ആൾക്കാരൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡിലെ മിറർ ആൾക്കാരുടെ കയ്യിലൊക്കെ വന്ന് അടിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. എന്നിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ റൈറ്റ് ടയറും പോകുന്ന ഒരു ഏരിയയാണ് നിങ്ങളെ കാണിക്കുക. അതായത് ലെഫ്റ്റ് ടയർ എന്ന് പറയുന്നത് ഈ ഒരു എ പില്ലറിനോട് ചേർന്നത് ഇങ്ങനെയാണ് ലെഫ്റ്റ് ടയർ പോകുന്നത്. റൈറ്റ് സൈഡിലെ ടയർ എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള എ പില്ലറിനോട് ചേർന്നാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുന്നിലേക്ക് നമുക്ക് ആ ടാറിംഗ് റോഡ് കാണാനായിട്ട് കഴിയും. ആ ടാറിംഗ് റോഡിൻ്റെ എൻഡ് ചേർന്നാണ് എൻ്റെ വലത് സൈഡിലെ ടയർ കിടക്കുന്നത്. അതായത് ഈ പില്ലറിനോട് ചേർന്ന് ഏറ്റവും അടിയിലായിട്ടാണ് വലത് സൈഡിലെ ടയർ കിടക്കുന്നത്. എന്നാൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലാണ് ലെഫ്റ്റ് ടയർ ഉള്ളതെങ്കിലും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മളുടെ ജഡ്ജ്മെൻറ്റ് മെത്തേഡിൽ ചെറിയൊരു വ്യത്യാസം നിങ്ങൾ വരുത്തണം. അതായത് ഇപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ചെറിയ ടെക്നിക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വണ്ടിയുടെ റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്തുകൊണ്ട് തന്നെ വാഹനം നേരെ മുന്നിലേക്ക് എടുക്കുകയാണ്. അപ്പം നമുക്ക് വണ്ടിയുടെ വീതി, വലത് സൈഡിലെ വീതി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, റൈറ്റ് സൈഡും ആ റോഡിൻ്റെ എൻഡുമായിട്ട് ഇതുകൊണ്ട് ചേർന്നാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾ നോക്കി, ആ റോഡിൻ്റെ എൻഡ് ഈ ഒരു ഭാഗവുമായിട്ട് ചേർന്നാണ് പോകുന്നത്. ഇനി ഞാൻ പതിയെ റൈറ്റ് സൈഡിലേക്ക് എൻ്റെ വാഹനം റോഡിലേക്ക് എടുക്കുകയാണ്. റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ എൻ്റെ വാഹനം റോഡിലേക്ക് എടുക്കുന്നു. എന്നിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ റോഡിൻ്റെ ലെഫ്റ്റ് എൻഡ് ഞാനിത് ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യണം. അപ്പം നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഇപ്പോൾ ഇതുകൊണ്ട് ഈ റോഡിൻ്റെ എൻഡിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്. എൻഡിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് ഞാൻ എൻഡ് ചേർന്നാണ് ഓടിക്കുന്നത്. എൻ്റെ നോട്ടം എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ എൻഡിലേക്കാണ് വരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ നോട്ടം റോഡിൻ്റെ എൻഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് എൻഡിലേക്ക് ചേർക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ചേർക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്നായിരിക്കും പോകുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ ചേർന്നാണ് പോകുന്നതെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പം ഞാനിതുകൊണ്ട് എൻ്റെ വണ്ടി പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ചേർത്ത് നിർത്തിയേക്കാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ റോഡിൻ്റെ ആ ഒരു ലെഫ്റ്റ് ഏരിയ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു ലൈൻ വന്നു പോകുന്നത് കൊണ്ട് ഏകദേശം ഈ ഒരു ദിശയിലാണ്. ഇതുകൊണ്ടോ, റൈറ്റ് സൈഡിലെ ആ ഒരു റോഡിൻ്റെ എൻഡ്, ലെഫ്റ്റ് സൈഡിലെ ആ റോഡിൻ്റെ എൻഡിൻ്റെ ലൈൻ വന്നു പോകുന്നത് ഈ ദിശയിലാണ്. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എൻ്റെ നോട്ടം എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ എൻഡിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ലൈൻ ഏകദേശം ഈ ഒരു ലെവലിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്നായിരിക്കും പോകുന്നത്. നിങ്ങളുടെ വണ്ടിയുടെ വീതി എന്ന് പറയുന്നത് കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെയായിരിക്കും പോകുന്നത്. എന്നാൽ ഇങ്ങനെ
ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് ചേർന്ന് പരമാവധി ഇതുണ്ടോ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമ്മൾ ഇതുണ്ടോ ഈ റോഡിൻ്റെ എൻ്റെ ലെഫ്റ്റും ഇതുമായിട്ട് ഞാൻ ചേർന്ന് പോകണം. ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. എന്താണ്? ഒരാളിവിടെ നടന്നു പോകുമെന്ന് നിങ്ങൾ കരുതുക. നമ്മളിങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഒരാളിവിടെ നടന്നു പോവാണ്. അപ്പം അങ്ങനെ ഒരാൾ നടന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ചേർന്ന് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡ് കറക്റ്റായിട്ട് ആ ആളെ ഇടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ആളെ ഇടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇടത് സൈഡ് ഗ്യാപ്പ് ഇടണം. അപ്പം നമ്മൾ ഈ നോട്ടം നോക്കുന്നതിനോടൊപ്പം ഇവിടേലേക്കും ഈ ഒരു ഏരിയയിലേക്കും നമ്മൾ നോട്ടം വരിക. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കണ്ടില്ലേ, ഒരുപാട് നമ്മുടെ വാഹനം ഇടത് ചേർന്നാണ്. സൈഡിൽ ഒരാളുണ്ടെങ്കിൽ ഇടിക്കുമെന്നറിയാം. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കുള്ള ബോണറ്റിൻ്റെ നീളം കൂടെ നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ആളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കുറച്ചും കൂടെ വാഹനം റൈറ്റ് സൈഡിലേക്ക് ആക്കുക. റൈറ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് നിങ്ങളുടെ നോട്ടം എന്ത് ചെയ്യണം? ഒരു ഗ്യാപ്പ് ഇട്ട് നോക്കുക. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഞാൻ ഇവിടെ ഇടുകയാണ്. ഇവിടെ ഗ്യാപ്പ് ഇടുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ ആ റോഡിൻ്റെ ലെഫ്റ്റ് ലൈന് എവിടെയാണ് എനിക്ക് കാണുന്നത്? ആ റോഡിൻ്റെ ലെഫ്റ്റ് ലൈൻ എനിക്ക് ഏകദേശം കാണുന്നത് ഈ ഒരു ഏരിയയിലാണ്. നിങ്ങൾ നോക്കിക്കുക, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തതുകൊണ്ട് ഈ ഏരിയ നോക്കിയെടുത്തു. അപ്പം നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതായത് കുറച്ച് ഇങ്ങോട്ട് മാറിയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ആൾക്കാരെ നമ്മുടെ വാഹനം ഒരു കാരണവശാലും ഇടിക്കത്തില്ല. ഇനി ഒരാൾ ഇവിടെ ഉണ്ട്, ഒരു വണ്ടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അടുത്ത് വന്ന് മാറാതെ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഇതുണ്ട് ശകലം ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ആ ലൈൻ ഏകദേശം ഈ ലെവലിലാണ് നിങ്ങൾക്ക് കാണുന്നത്. കണ്ടോ? അപ്പോൾ ഈ ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഡിസ്റ്റൻസ് അവിടെ ആളുമായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ വാഹനം ആളെ ഇടിക്കത്തില്ല. ഇപ്പം ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. ഇപ്പം ഇവിടെ നോക്കുക, ഇവിടെ കണ്ടില്ലേ, ഇത്രയും ഒരു ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ ഇട്ട് ഡ്രൈവ് ചെയ്യാണ്. ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ റോഡിൻ്റെ എൻഡും ഇതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കിക്കേ, നല്ല ആ ഒരു ഡിസ്റ്റൻസിലാണ് വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് മിറർ ആളെ തട്ടത്തില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വീതി കണക്ക് കൂട്ടണം. ആളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വണ്ടി ഇങ്ങോട്ട് മാറ്റിയേക്കുക, അടുത്തേക്ക് പോകരുത്. ലെഫ്റ്റ് മിറർ നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് ഗ്യാപ്പ് ഇടുക. എന്നിട്ട് ആളും മറ്റു കാര്യങ്ങളും മാറിയാൽ നമുക്കിതുകൊണ്ട് പതിയെ ഇടത് സൈഡിലേക്ക് വരാം. ഇടത് സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ ഗ്യാപ്പ് ഇടുക. ഗ്യാപ്പ് ഇടുന്ന സമയത്ത് ഏകദേശം ഈ ഒരു ലെവലിൽ ഗ്യാപ്പ് ഇടുക. അപ്പം നമുക്ക് ആ റോഡുമായിട്ട് നമ്മളൊരു നിശ്ചിത ഗ്യാപ്പ് ആയിരിക്കും. ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിതുകൊണ്ട് ഇതുപോലെ ചേർക്കും. ദേ കണ്ടോ? ഇതുപോലെ ചേർക്കുന്ന സമയത്ത് ആ വണ്ടി റൈറ്റ് സൈഡ് തട്ടാതെ പോയി. അപ്പം നമ്മളിതുകൊണ്ട് ഈ റോഡിൻ്റെ ഈ ഒരു ലെവലിലാണ് നമ്മൾ പരമാവധി ലെഫ്റ്റ് ചേർന്നാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത്. ഒരു കാരണവശാലും നമ്മുടെ വണ്ടി അതായത് കട്ടിങ്ങിന് വെളിയിലും പോകത്തില്ല, എന്നാൽ കട്ടിങ്ങിനോട് ചേർന്നുമായിരിക്കും എതിരെ വരുന്ന വാഹനങ്ങൾ ഇതുപോലെ സേഫായിട്ട് പൊക്കോളും. അപ്പോൾ ഈ വീതിയാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കണക്ക് കൂട്ടേണ്ടത്. ഇനി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വണ്ടിയുടെ ബാക്കിലെ നീളം, അതായത് പൂർണ്ണമായിട്ടുള്ളൊരു നീളം മനസ്സിലാക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ നോക്കി ആളെ തട്ടാതെ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടോടാം. ഇതേ ഞാൻ റൈറ്റ് സൈഡ് പിടിച്ചു, കണ്ടോ? വണ്ടി വാഹനം മാറ്റിയത് കണ്ടോ? അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വാഹനത്തിൻ്റെ നീളം എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? നീളം കണക്ക് കൂട്ടുക എന്ന് പറയുന്നത്, ഒരു വാഹനത്തിൻ്റെ നീളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു വാഹനത്തിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്തായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്ന ഈ ഒരു ഭാഗം മുതൽ മുന്നിലേക്ക് ഒരു നിശ്ചിത നീളം വണ്ടിയുടെ ബോണറ്റിനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്ന ഈ ഡ്രൈവിംഗ് സീറ്റ് മുതൽ നമുക്കൊരു നിശ്ചിത നീളം, ഒരു നിശ്ചിത പകുതി നീളം വണ്ടിയുടെ ബാക്കിലേക്കുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾ നടുക്കാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പകുതി നീളം ബാക്കിലേക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു, പകുതി നീളം മുന്നിലേക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് റൈറ്റ് മിറർ ചെക്ക് ചെയ്യുക. അതായത് ജസ്റ്റ് ഒന്ന് നോക്കുക, എത്ര ഗ്യാപ്പ് ഇട്ടേക്കുന്നുണ്ടെന്ന് നോക്കുക. ഇത്ര മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വാഹനത്തിൻ്റെ നിങ്ങൾക്ക് നീളം മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യാം. അതിന് കൂടുതലായിട്ടുള്ള ഒരു അത്തരത്തിൽ വേറൊരു കൂടുതലായിട്ടുള്ള ഒരു ചിന്ത കൊടുക്കേണ്ട, ഒരു മീഡിയം ലെവലിൽ ചിന്തിച്ചിട്ട് ഡ്രൈവ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം കറക്റ്റാക്കി ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. വൈകുന്നേരം 7 മണിക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സൈഡിലുള്ള ബെൽ ഐക്കണിലും കൂടെ ഓളമർത്തി കൊടുത്താൽ ഞാൻ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ബൈ.